ശിവ, നീ എന്തിനാ കരയുന്നേ? അവളെ കണ്ടതു മുതൽ എന്റെ മനസ്സ് എന്റെ അടുത്തേലടാ. ഇതൊക്കെ പഴയ ഡയലോഗല്ലേ? അവൾ എന്നെ അവോയ്ഡ് ചെയ്യാണ്. എടാ, ഒരു പൂ കൊടുത്തിട്ട് പൂച്ചയെ പോലെ അവളെ പുറകെ നടന്ന ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. പക്ഷെ അവൾ എനിക്ക് വേണം അളിയ. വേണമെങ്കിലൊന്നും നടക്കില്ലെന്ന്. ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞ ഒരു ട്രഡീഷണൽ പെണ്ണ് പോലെയാ. അതുകൊണ്ട് നമുക്ക് പുതിയ ട്രെൻഡ് കണ്ടെത്തണം. അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അവളുടെ കുടുംബത്തോടൊപ്പം അടുക്കണം. അവളുടെ ഫാമിലിയോടൊപ്പോ? അമ്മയെന്നു പറഞ്ഞാൽ അത് അമ്മ തന്നെയാണ്. ആഹാ, 10 മാസം ചുമന്ന് നൊന്തു പെറ്റതാണ് അമ്മ. സർ, ആരാത്? എന്നെ അനുഗ്രഹിക്കൂ ഗുരുവേ. ആരാ മോനെ നീ? എന്നെ അനുഗ്രഹിക്കൂ ഗുരുനാഥ. നിനക്ക് എന്താണ് വേണ്ടത്? ആദ്യം എന്നെ അനുഗ്രഹിക്കുന്നേ. ആശീർവദിച്ചു കഴിഞ്ഞു, എഴുന്നേറ്റ് നിൽക്കൂ. ഇനി പറഞ്ഞോ, ആരാണ് നീ? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിങ്ങളുടെ ഫാനാണ് ഗുരുവേ. എന്നെ ശിഷ്യനായി ഏറ്റൂടെ പ്ലീസ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഫാൻസ് ഉള്ളതായിട്ട് അറിയാം. എനിക്കും അങ്ങനെ ഫാൻസ് ഉണ്ടെന്നോ? ഒരാളുണ്ട്, അത് ഞാനാണ് ചിറ്റപ്പ. എന്താ ഇത്? ആദ്യം ഗുരു എന്ന് പറഞ്ഞു, ഇപ്പൊ ചിറ്റപ്പനാക്കി കഴിഞ്ഞു. ഗുരുവാണെങ്കിൽ അകൽച്ച ഒരുപാടുണ്ടാവും, പക്ഷെ ചിറ്റപ്പനാണെങ്കിൽ ഒന്നും കൂടി അടുക്കുമല്ലോ. ഓഹോ, വാ മോളെ വാ. ഇത് ശിവ, എന്റെ ഫാനാ. ഇത് എന്റെ മരുമകളാണ്. ഇവരെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഹായ്. ഹായ്. ചിറ്റപ്പ, എന്നെയും നിങ്ങളെ പോലെ കലാകാരനാക്കൂ പ്ലീസ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നേ? ആഡ് ഫോട്ടോഗ്രാഫി. ഒരു കലാകാരൻ ക്യാമറ വർക്ക് ചെയ്യുന്നത് അത്ര ഈസി അല്ല. ടാലന്റിൽ കിങ് ആയിരിക്കണം. എനിക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ വേണം ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏത് ഡ്രാമ കളിക്കാം? റോമിയോ ജൂലിയറ്റ് ആണെങ്കിൽ കുറച്ചൊന്ന് മാനേജ് ചെയ്യും. അങ്ങനെ ഇപ്പൊ ഒരാളിനെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും? ചിറ്റപ്പ, അതിന് ഇവളില്ലേ? ഞാനോ? ദേഷ്യപ്പെടണ്ട മോളെ, പുതിയ ആളല്ലേ, ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്ക്. ചൂടായിട്ടുള്ള മുളക് ബജി റെഡിയാണ്. ആഹാ, ദാ ചൂടുള്ള മുളക് ബജി. അവളുടെ കൈപുണ്യം ഉണ്ടല്ലോ, വളരെ നല്ലതാ. എടുക്ക് എടുക്ക്, കഴിക്ക്. കഴിക്കും മോനെ, എടുത്തോളൂ. നൈസ് എക്സ്പ്രഷൻസ്. ഇവന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ടല്ലോ. ആ പിന്നെ മോനെ, അത് നേരത്തെ പറഞ്ഞ അത് ഒന്ന് ചെയ്ത് കാണിക്കാമോ? മോളെ കുറച്ച് പുറകിലോട്ടില്ലേ? കമാൺ, ഇപ്പൊ എങ്ങനെ ചെയ്യുന്നേ നോക്ക്. വാ, കൊള്ളാം കൊള്ളാം, വളരെ മനോഹരം. നന്നായിട്ട് ചെയ്തു മോളെ. വെരി ഗുഡ് വെരി ഗുഡ്. നീ നല്ല ടാലന്റ് ഉള്ളവനാ. ഹായ് നന്ദിനി, പ്ലീസ് സിറ്റ്. കോഫി കുടിക്കുന്നോ അതോ ചായ കുടിക്കുന്നോ? നോ താങ്ക്സ് സർ. അല്ല, അന്ന് മഹിക്ക് മാർക്ക് കുറച്ചു കൊടുത്ത് ഷോയിൽ നിന്ന് എലിമിനേറ്റ് ആക്കിയില്ലേ? അതിനുശേഷം നിങ്ങൾ അവരെ എപ്പോൾ എങ്ങനെ കണ്ടുമുട്ടി സർ? കണ്ടുമുട്ടിയതിനു ശേഷം എന്താ സംഭവിച്ചത്? അത് അറിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. ഓ, മഹേശ്വരി പറ്റിയാണോ? സത്യത്തിൽ ആ പെൺകുട്ടിയുടെ പെർഫോമൻസിന് ഞാൻ കൊടുക്കാൻ വെച്ച മാർക്ക് അത് തന്നെയായിരുന്നു. അതിന് ആ പെണ്ണ് ഹേർട്ടായി എന്താ ചെയ്തെന്നറിയോ? ആരാ? നീയായിരുന്നോ? നീ എന്താ പാതിരാത്രിയിൽ ഒരു കള്ളനെ പോലെ എന്റെ വീട്ടിൽ നിന്ന് കയറിയിരിക്കുന്നത്? മറന്നു അല്ലേ? പക. എന്താ ഇത്? അതിന് ഞാനെന്താ ചെയ്തത്? ഇന്നലത്തെ ഡാൻസ് പ്രോഗ്രാമിന് ആ പെൺകുട്ടിക്ക് 80 മാർക്സ് കൊടുത്തു. അതിന് മാത്രം അവളുടെ ഡാൻസില് എന്താ ഉണ്ടായിരുന്നത്? ആ ഡാൻസില് റിതം ഉണ്ട്. ആ പെണ്ണിന്റെ ബോഡിയില് റിതം ഉണ്ടെന്നല്ലേ? പക്ഷെ എന്റെ ബോഡിയില് അത് ഇല്ലായിരുന്നു എന്ന്. താൻ എപ്പോഴെങ്കിലും ഡാൻസ് കളിച്ചിട്ടുണ്ടോ? വിട്ടോ, നീ എന്നെ കുത്തില്ലേ? അല്ലെങ്കിലും നീ എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഒരു പടത്തിൽ ഞാൻ ചേട്ടനായിട്ട് അഭിനയിച്ചപ്പോ കേരളത്തിലുള്ള സകല പെണ്ണുമ്പിള്ളേർക്ക് ഞാൻ അവരുടെ ചേട്ടനായിട്ടങ്ങ് മാറി. പക്ഷെ നിനക്കൊഴികെ. ഹലോ, എന്താ നീ അവിടെ സേഫ് അല്ലേ? ആ സേഫാ. നന്നായി നീ വിളിച്ചത്. ഡാൻസിനെ കുറിച്ച് അറിയാതെ തന്നെ എന്നെ എലിമിനേറ്റ് ചെയ്തു അല്ലേ? ഇനി ഡാൻസിനെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് മാർക്സ് കൊടുക്കാൻ നോക്ക്. എങ്കിൽ മാത്രമേ നിങ്ങൾ റിയൽ ഹീറോ ആകുള്ളൂ.
എന്താ സാർ ഇത്? ആക്ഷൻ ഹീറോ വീട്ടിൽ തന്നെ ആക്ഷൻ സീനോ? എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് മഹേശ്വരി നല്ല ധൈര്യശാലിയാണെന്ന് തോന്നുന്നത്. അതെ. എന്നിട്ട് മഹേശ്വരി വാണിംഗ് ചലഞ്ചായി എടുത്തോ സാർ? യെസ്, ഡേയും നൈറ്റും ഒരേ ജോലി തന്നെ. സാർ ഷോട്ട് റെഡി. അതാ ഇപ്പൊ ഓക്കെ സാർ. ഓക്കെ നന്ദിനി, വീണ്ടും കാണാം. എന്റെ പ്രോഗ്രാമിനെ കുറിച്ച് രാജയോടൊന്ന് കോർഡിനേറ്റ് ചെയ്തേക്ക്. ഓക്കെ സാർ. ഓക്കെ, സീ യു. ഓക്കെ സാർ. ഇവളെന്താ ഇവിടെ വരുന്നേ? ദാ നോക്ക്, ഇത്രയും ദിവസം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പോവെന്ന് വിചാരിച്ചിട്ടാ. എന്റെ പുറകെ കറങ്ങിയിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയല്ലേ. അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ അങ്ങനെ ഇടപഴകാറില്ല. എനിക്കതിന് പറ്റൂല. പ്രണയമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാവണം. ടോർച്ചർ ചെയ്തിട്ട് ഉണ്ടാവരുത്. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാവോ? അപ്പോ വെറും ഫ്രണ്ട്സ് വേണ്ടേ? ദാ, നിനക്ക് 110 വയസ്സാ. എന്താ പറഞ്ഞ തെറ്റാണോ? ദാ, നീ 2 ദിവസം എവിടെയായിരുന്നു? ആ പെണ്ണിനെ വളച്ചങ്ങനെ എടുത്താ നീ? ഇല്ലടാ. ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും നീ ഡെവലപ്പ് ചെയ്തെടുത്തോ? എവിടാ? ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാലും അവള് സമ്മതിക്കുന്നില്ല. അത് മാത്രല്ലാതെ നിന്റെ കൂടെ എനിക്ക് എന്തിനാ ഫ്രണ്ട്ഷിപ്പ് ചോദിക്കുക? എന്താണാവോ? ഈ പ്രേമം എന്ന് വെച്ചാൽ മനസ്സ് ബന്ധപ്പെട്ടതാണ്. ആരാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെടണേ. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ സ്റ്റാർ വന്ന് പറഞ്ഞാലും അവര് നോന്ന് പറഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ. പക്ഷെ അവള് നോന്ന് പറഞ്ഞാലും ഞാൻ വിടില്ല. അഭിനന്ദനങ്ങളടാ. ഈ സന്തോഷത്തിൽ നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം. എന്താടാ പാർട്ടി എന്ന് പറയുന്നത്? വല്ല പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണോ? ഏയ് ഒന്നുമില്ല സാറേ, ശിവ പാർട്ടി തരാന്ന് പറഞ്ഞു. ഓ, ശിവയുടെ പാർട്ടിയാണോ? നാളെ പാർട്ടി കൊടുക്കേണ്ടത് ശിവയല്ല, വേറെ ആര്? RKS ഗ്രാൻഡ് സ്കാലറാണ്. അതെന്താണ് സാറേ? കാരണം നമ്മുടെ ആഡ്സ് ഇഷ്ടപ്പെട്ടു, നമ്മളെ അഭിനന്ദിപ്പിക്കാൻ പാർട്ടി തന്നെയാണ്. ആരാണോ നിങ്ങളൊക്കെ? എന്റെ ടേബിളിൽ എന്തിനാ ഇരിക്കുന്നേ? ഫുള്ളായിട്ട് കുടിച്ചിട്ട് ബില്ല് എന്റെ തലയിൽ കയറ്റാനാണോ? നിങ്ങൾ ഇങ്ങനെ മറന്ന എങ്ങനെയാ സാർ? ഏ? ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റാഫാണ്. ആഹാ. പിന്നെ അദ്ദേഹം ആ, അദ്ദേഹമാണ് ഈ കമ്പനിയുടെ മാനേജർ. അത് ശരി. എന്തൊക്കെയുണ്ട് രഘുരാമൻ സാറേ? അയ്യോ. രഘുരാമൻ സാറേ എന്നോ? വേറെ എന്താ വിളിക്കേണ്ടേ? ഞാനൊരു കമ്പനിയുടെ MD ആണ്. ഇവരെല്ലാവരും എന്റെ സ്റ്റാഫ്. ഇവന്റെ ഷാപ്പില് ആഡ് ഫിലിം ഷൂട്ടിന് പോയാ സാരിയും ബ്ലൗസും കൊണ്ടുവരാൻ പറയൂടോ. കൂടെ തന്നെ ചായയും കാപ്പിയും കൊണ്ടുവരാൻ പറയോ? നിന്നെ ഇനിയൊരു കൗളും കൂടെ കാണിക്കേ. നീ അങ്ങനെ പോലെ ഫീൽ ചെയ്യണോ? നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയില്ലേ അങ്ങനെയല്ലേ ഇതൊക്കെ ചെയ്തേ? ഞാൻ ചെറുതായിട്ടുള്ളതൊക്കെ മറന്നു പോവാടാ. നിന്നെ പോലുള്ള ആൾക്കാർ തരുന്ന വേദന മറക്കത്തില്ലടാ. നമ്മുടെ മുതിർന്നവർ എന്താടാ പറഞ്ഞു അവര് തന്നിട്ടുള്ളത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നീ തുടങ്ങിക്കോടാ. നീ നന്നായിട്ട് ഹീറോ എടുത്ത് സംസാരിക്കൂ. നമ്മുടെ ഹീറോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. അതെ. അപ്പൊ നിങ്ങൾ എന്തിനാടാ ഇത്രയും മര്യാദ കൊടുക്കുന്നത്? വാ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ആംബുലൻസ് വരാതെ എടോ, ആംബുലൻസിന് വെയിറ്റ് ചെയ്യുന്ന സമയമില്ലടാ. മെല്ലെ പിടിക്കും. സൂക്ഷിക്കണം. എടോ, അവളോട് ഫോൺ വിളിച്ച് പറയും വേഗം. അവർക്ക് എന്താ പറ്റിയത്? ചുറ്റപ്പിന് ഒന്നും ആയിട്ടില്ല. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഒരല്പെങ്കിലും ബുദ്ധിയുണ്ടോ? ആംബുലൻസിനെ കൊണ്ടുപോകാതെ ബൈക്കിലാണോ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അത് പിന്നെ ആംബുലൻസ്. ഡോക്ടർ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ആ പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നതും അയാളുടെ ജീവൻ രക്ഷിച്ചതും ഇവരാ. ബ്ലഡ് വരെ കൊടുത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യന്റിനെ കയറി കാണാം. താങ്ക് യു. ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ ഇവിടെ എത്തിച്ചത് ആ പയ്യനാണ്. അവൻ ഇവിടെ എത്തിച്ചതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. സോറി, ഞാൻ അറിയാണ്ട് നിങ്ങളെ വഴക്ക് പറഞ്ഞു പോയി. ചീത്ത പറഞ്ഞത് നിങ്ങളല്ലേ? സാരില്ല. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. അദ്ദേഹം ഞങ്ങളുടെ എല്ലാമാണ്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തിനാ വിഷമിക്കുന്നേ? നിങ്ങൾ ചിരിച്ച മനോഹരമാണ്. ഒന്ന് ചിരിക്കോ പ്ലീസ്. നിങ്ങൾ എപ്പോഴും ചിരിച്ചോണ്ടേയിരിക്കും. ലൈഫ് ഹാപ്പി ആയിരിക്കും. അതോടൊപ്പം ഞാനും ഹാപ്പി ആയിരിക്കും. ഒന്നുമില്ലെന്നേ. ഫ്രണ്ട്സ്, ഒരു കോഫി കുടിച്ചാലോ?
നോക്കുന്നത്? ഇന്ന് നിങ്ങളെ കാണാൻ ഒരു വ്യത്യാസം തോന്നുന്നു. എന്തിന്? എപ്പോഴും എന്നോട് ദേഷ്യത്തോടെ കാണുന്ന നിങ്ങൾ ഇന്ന് എന്റെ അടുത്തൂടെ നടക്കുമ്പോൾ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി, നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ മിസ്സിംഗ് എന്നൊരു ഫീലാണ് മിസ് ചെയ്തത്. എന്നെ മിസ് ചെയ്തൊന്നും പറയുമെന്ന് വിചാരിച്ചു. നിങ്ങളെ കുറിച്ച് സിംഗിൾ ലൈനിലൊന്ന് പറയാവോ? അത് പറയേണ്ടത് നിങ്ങളാണ്. ഞാനോ? നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ? പ്ലീസ്. നിങ്ങൾ എല്ലാ ആമ്പിള്ളേരെ പോലെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ച്. എന്താ ഇല്ലേ? ഗുഡ് ഹ്യൂമൻ ബീയിങ്. എല്ലാവർക്കും നല്ലോണം ബഹുമാനം കൊടുക്കും. നെക്സ്റ്റ്. നല്ലൊരു ആഡ് ഫിലിം ഡയറക്ടറാണ്. പ്ലീസ്. പിന്നെ വേറെന്താന്ന് ചോദിച്ചാ, ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പയ്യൻ നല്ലൊരു ഹസ്ബൻഡ് കൂടി ആയിരിക്കും. സത്യം. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഫസ്റ്റ് ടൈം നിങ്ങളുടെ അടുത്ത് എനിക്ക് നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. വളരെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം പോലെയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി നിന്റെ അമ്മാനെ ഞാൻ പരിചയപ്പെട്ടെ. അദ്ദേഹമാണ് നമ്മളെ ചേർത്തത്. ഒരു നല്ല കോഫി പോലെ ഒരു ഫ്രണ്ട്. അതൊക്കെ എനിക്കറിയാം. നീ ഒന്ന് കോഫി കുടിക്കാൻ നോക്ക്. സർ ചായ. ഹേയ്, ട്രീറ്റ് എന്റേതാണ്, ഞാൻ തരാം. താങ്ക് യു സർ. ശിവ, ഓൾറെഡി ലേറ്റ് ആയി. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. ബൈ. ബൈ. ദൈവമേ, 50% മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ. ഒരു പ്രാവശ്യം എന്റെ അടുത്തേക്ക് തിരിഞ്ഞ് നോക്കിപ്പിച്ചാലേ ഒരു 75% ഫിക്സ് ആയേക്കും.